ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെറിയൊരു ഹെയർ കട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. വേറെ ആരുടെ അല്ല, സേറ ബേബിയുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെയാണ് കട്ട് ചെയ്യണത്. അപ്പം സേറമ്മളുടെ മുടിക്കധികം തിക്കൊന്നുമില്ല, എന്നാലും മുടി വളർന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലോട്ടൊക്കെ ഭയങ്കരമായിട്ടും കണ്ണി വീണിട്ട് എപ്പോഴും കണ്ണിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ആൾ മുടി കെട്ടാനായിട്ട് മുടിയിൽ തൊടാൻ പോലും സമ്മതിക്കില്ല. അപ്പം ഒന്ന് ഇത്തിരി തുമ്പൊക്കെ ഒന്ന് വെട്ടി ഇതാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെയാണ്. എത്രത്തോളം ഭംഗിയാവുമെന്ന് എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഇത്രയും ചെറിയ പിള്ളേരൊന്നും ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടില്ല. അല്ലാണ്ട് നമ്മൾ ഇച്ചിരി വലുതൊക്കെ ആയി കഴിയുമ്പോൾ സ്വന്തമായിട്ടും ഹെയർ കട്ട് ചെയ്യാറുണ്ട്, പിന്നെ അല്ലാതെ ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അല്ലാതെ ഇത്രയും ചെറിയൊരു കൊച്ചിൻ്റെ മുടി വെട്ടുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ എൻ്റെ കൊച്ചെന്നെ ആയതുകൊണ്ട് എന്ത് വന്നാലും ഞാൻ തന്നെ സഹിച്ചാൽ മതിയല്ലോ. പിന്നെ ഇവള് തിരിച്ചു പറയാറുമായിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. ആനോ അപ്പോൾ ഒന്ന് വെട്ടി നോക്കട്ടെ. അവള് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ട എന്നാ പറഞ്ഞത്. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കൊച്ചിന് പനി ഇപ്പോൾ അങ്ങോട്ട് മാറണില്ല. പനിയല്ല, ഇങ്ങനെ കോൾഡും ഇതൊക്കെയാണ്. അപ്പോൾ ചിലവർ പറയണ കേട്ടിട്ടുണ്ട്, ആദ്യമൊക്കെ ഇങ്ങനെ ഹെയർ ഇങ്ങനെ വലുതായി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില പിള്ളേർക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും എന്നൊക്കെ. ഞാൻ അത് കാര്യമാക്കിയില്ലായിരുന്നു. പക്ഷേ ഇത് കണ്ണി വീണിട്ട് എപ്പോഴും ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഭയങ്കര ഒരു ഇതായിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുമ്പ് ഇങ്ങനെ ഫ്രണ്ടിലത്തെ കുറച്ചും പറ്റുന്ന പോലെ വിചാരിക്കുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ, ഫ്രണ്ടിലത്തെ തന്നെങ്കിലും വെട്ടാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ സേറു, നമുക്ക് ഹെയർ കട്ട് ചെയ്യാം. ഹെയർ കട്ട് ചെയ്യാം സേരു. എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഹെയർ അമ്മ തന്നെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മാത്രമല്ല, എൻ്റെ കസിൻസിൻ്റെ ഒക്കെ ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ ബാങ്ക്സ് എന്നല്ല പറയണത്, വൺ സൈഡ് വെട്ടിയിടണം എന്നൊക്കെയാണ് ഞങ്ങൾ പറയാറ്. ഇങ്ങനെ വെക്കേഷനൊക്കെ വരുമ്പോൾ അമ്മയുടെ അടുത്തോട്ട് വരും വൺ സൈഡ് വെട്ടാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. അപ്പം അതുപോലെ കൊച്ചിന് വൺ സൈഡ് അല്ലെങ്കിലും കുറച്ച് തുമ്പെങ്കിലും എനിക്ക് വെട്ടാൻ പറ്റുമോ നോക്കട്ടെ. എൻ്റെ കർത്താവേ കാത്തോണേ, അറിയാക്കി സേവനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഡാഡിയുടെ അങ്ങനെ പറ്റൂല സേറു. അമ്മ അത് ഒരു വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അയ്യോ അതിപ്പോ തന്നെ നമ്മൾ കളയും. നമ്മളതൊക്കെ കളയാൻ പോവാ. പ്ലീസ്, ഞാനല്ല മനു. അയ്യോ അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ നോക്കട്ടെ, അമ്മ നോക്കട്ടെ, ചുന്തിരി നോക്കട്ടെ. ചുന്തിരി പിന്നെ ആയോണ്ട് നോക്കട്ടെ. ആയി. ഓ അനക്കല്ല കേട്ടാ. നോക്കട്ടെ. അത് കുഴപ്പമില്ല, അത് അമ്മ കളഞ്ഞു. നോക്കട്ടെ. ഹായ്, കണ്ണാടിയിലൊക്കെ സൂപ്പർ ആയിട്ട് കേട്ടാ. ഞാൻ തന്നെ വെട്ടിയിട്ട് കൊച്ചു പാവം. അടുത്തില്ലേ, അങ്ങനെ തന്നെ നിൽക്കണം കേട്ടാ. സക്സസ്ഫുള്ളി വരാം. ഓക്കെ നോക്കട്ടെ. വാവ്, നോക്കട്ടെ. Okay, perfect. Okay. Amen, okay. Amen, okay. ബാക്കിൽ വെട്ടണം.
വെച്ചിട്ട് വന്നതാട്ടോ. ബ്രഷ് എന്തെങ്കിലും തന്നെ നോക്കട്ടെ. അങ്ങോട്ട് തിരിഞ്ഞേക്കോ, ബാക്കിലോട്ട് തിരിഞ്ഞേക്കോ. അത് നോക്കി ചേരും. ഇവിടെ എന്താണ് ബ്രഷിന്റെ അതാ. അയ്യോ, അതാ ആര് തന്നതാ? അമ്മല്ല, എസ്റ്റേറ്റാ തന്നതാണ്. എങ്ങനെ നിന്നേ സേറ, എങ്ങനെ നിന്ന് നേരെ നിന്നേമ്മ? ചേട്ടാ കണ്ണല്ലേ തന്നു. വെയിറ്റ് ചേറ ഒരു മിനിറ്റ് നോക്കട്ടെ. അവിടെ ചുണ്ടിരിക്കുട്ടി അല്ലേ? അവിടെ അമ്മയുടെ ചുക്കിരിക്കുട്ടി അല്ലേ? ചക്കരക്കുട്ടി ആരാ? കിട്ടണിയല്ലോ. ചക്കരമുത്താരാ? നമ്മുടെ ചക്കരമുത്താരാ? അയ്യോ നോ 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 നോ, അതെടുത്ത് കളിക്കല്ലേ. ആ വെരി ഗുഡ്. കുട്ടികളാണ് കേട്ടോ അമ്മയുടെ. കുഴപ്പമില്ല, ഇച്ചിരി കൂടിയാലും കൂടിയിട്ടൊന്നുമില്ല, ഇച്ചിരി തിരി വെട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ആൾക്ക് ആകെ അസ്വസ്ഥതയായി തുടങ്ങിയായിരുന്നു. നന്നായിട്ട് വളരട്ടെ എൻ്റെ കൊച്ചിൻ്റെ മുടി, നന്നായിട്ട് വളരട്ടെ. ആദ്യം ചെറുബേബിക്ക് ഒട്ടും പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ അത് പൊന്നൂസിന് അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ആ ചേച്ചിക്ക് അനിയത്തിക്ക് അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും പറയുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മുടി മുട്ടയടിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ എന്തോ കരിയൊക്കെ തേക്കണം, ചിരട്ടക്കരി ഒക്കെ തേക്കണം. അപ്പം അങ്ങനെ തേച്ച് ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഇത്രയുമെങ്കിലും വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നോക്കട്ടെ, നമുക്ക് ഇടയ്ക്കൊക്കെ വെട്ടി കൊടുക്കണമല്ലോ, വെട്ടാണ്ടിരുന്നിട്ടും കാര്യമൊന്നുമില്ല. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ മുടി വളർത്താൻ നിർബന്ധമൊന്നുമല്ലല്ലോ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും കുറച്ചൊന്നും ഇഷ്ടം. അപ്പം അങ്ങനെ നോക്കട്ടെ. കുറച്ച് ദിവസം അതിൻ്റെ ആയിട്ട് പറഞ്ഞു വെട്ടാൻ സമയം കിട്ടുന്നില്ല. കിട്ടുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചിട്ട് ഫെയിലായാലും കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കട്ടെടാ, വളരും കേട്ടോ, വളരുന്നോളൂ കേട്ടോ. മുടി ഇങ്ങനെ കണ്ണിലേക്ക് കിടക്കുമ്പോഴേ ഭയങ്കരമായിട്ടും ഇങ്ങനെ ഇതായിട്ട് കിടക്കായിരുന്നു. ഇനിയിപ്പോ അവളിങ്ങനെ കിട്ടുകഴിഞ്ഞ് കഴിയുമ്പോ സൂപ്പർ. സൂപ്പർ. നോക്കട്ടെ അമ്മ, നോക്കട്ടെ എന്നെ ചേച്ചിനെ നോക്കട്ടെ അമ്മ, നോക്കട്ടെ. സൂപ്പർ. നോക്കട്ടെ, സൂപ്പറായെന്ന് ചേച്ചി, സൂപ്പറായെന്ന് ചേച്ചി. ഞാൻ ചുന്തിരിയായെന്ന് ചേച്ചി. ഹെയർ കട്ട് ചെയ്തത് ഇഷ്ടമായോ എന്ന് ചോദിച്ചെല്ലാവരോടും. ഇഷ്ടമായോ ചോദിച്ചി? ഇഷ്ടമായി. ഷെയർ ബേബിക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. അന്നൊരു ഉമ്മ തന്നെ അമ്മയ്ക്ക്. എനിച്ചതാ ഉമ്മ.
ഏത് എവിടെ വേണ്ടി തമ്പായിയാണത് തമ്പായി ഏതാ തമ്പായി 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 ഇതൊക്കെ പറ കൊറേ മുടി പഞ്ഞി തമ്പായിന് പഞ്ഞി ആ അതാണോ അതെന്താ അവിടെ പിന്നെ തരാം കേട്ടോ ഓക്കെ പിന്നെ തരാം ഓക്കെ ആണോ ഓക്കെ ഓ എന്തോ ഞാനപ്പം മൊത്തം ഒന്ന് വെട്ടിയത് കാണിച്ചു തരാം കേട്ടോ സേറമോൾ ഇത്ര സഹകരിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും എല്ലാം ആദ്യത്തെ പ്രാവശ്യം കൊച്ചു സഹകരിക്കും രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ അന്ന് സഹകരിച്ചായിരുന്നില്ല അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ആള് നല്ല വാശിയും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഒരു ഇത് വരുന്നത്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആൾ ഓക്കെ ആയിരുന്നു. അതായത് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഉണ്ടാവും. അതിൻ്റെ ലെങ്തി വീഡിയോ വരുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഉണ്ടൊന്ന് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കാണണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വേറെ വീഡിയോ ഒന്നുമല്ല, ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യണത് എനിക്കൊന്ന് ഒരു ഫസ്റ്റ് ടൈം ഞാൻ സ്വന്തമായിട്ട് കട്ട് ചെയ്തതൊന്നും എടുത്ത് വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് പിന്നീട് കാണാമല്ലോ, ഇങ്ങനെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആണ്. എനിക്ക് എന്നെങ്കിലും കാണാമല്ലോ പിന്നീട്. കുറച്ചുകൂടെ ഇവിടെ വലുതായി കഴിഞ്ഞ് ഇവിടെ വലിയ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുടിയൊക്കെ വെട്ടിയിട്ട് അമ്മ ഇതേ കണ്ടോ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഫസ്റ്റ് വെട്ടിയത് ഞാനാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ചിങ്ങനെ ഗമടിക്കാമല്ലോ. വെറുതെ നമുക്ക് അതിലിരുന്ന് കാണാമല്ലോ, അവളെയും കാണിച്ചു കൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് വലുതാവാണ് സേറമോള്. എന്തോ സന്തോഷമുണ്ട്, വലുതാവണു എന്നുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് അവളുടെ എന്തൊക്കെയോ മിസ്സായി പോണു. നമുക്ക് കുറച്ചുകൂടെ എനിക്കിങ്ങനെ ഇപ്പോൾ ഫുൾ ടൈം അവളുടെ കൂടെ തന്നെ ഇരിക്കാൻ പറ്റിയതൊരു ഭാഗ്യമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചില സമയത്തൊക്കെ എനിക്ക് ആദ്യമൊക്കെ നമുക്ക് തന്നെ ഒരു ഇത് തോന്നുമായിരുന്നു, എന്താ ആരുമില്ലല്ലോ എന്നൊക്കെ. പക്ഷെ എനിക്ക് ഒരു കാര്യം കൊച്ചിൻ്റെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. 3-4 മാസത്തിൽ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നോക്കി തുടങ്ങിയതല്ലേ. അപ്പോൾ ഇവള് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത് ഓരോ കാര്യങ്ങൾ. നമ്മൾ അവളിലാണ് എല്ലാം ട്രൈ ചെയ്ത് എല്ലാം. ഞാൻ തന്നെ ഒരു അമ്മയായിട്ട് പാകപ്പെട്ടത് അവളാണ്. അവൾ കൊണ്ടാണ്, സേറമോള് കൊണ്ടാണ് ഞാൻ ഒരു അമ്മയായിട്ട് വന്നത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്തോ ഇതായി. അപ്പം അങ്ങനെയൊക്കെ കുറേ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴൊക്കെ ഒരു സന്തോഷവും സന്തോഷക്കണ്ണീരൊക്കെ വരും അല്ല. ഇപ്പം തന്നെ അവളുടെ ചെറിയ ഇപ്പോഴും കുഞ്ഞ് തന്നെയാണ്, എന്നാലും ആദ്യത്തെ ഒക്കെ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ പെട്ടെന്ന് വലുതായോ എന്നുള്ളൊരു തോന്നലാണ്. എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം ഇച്ചായന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വലുതാവാണല്ലോ ഇവള്. ഓരോ ദിവസവും ഇങ്ങനെ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് വേർഡ്സ് കൂടുതലായിട്ട് പറയണു, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇവള് ഇങ്ങനെ പറയണു. പിന്നെ ആദ്യമൊക്കെ നമ്മൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണോ എന്ന് തന്നെ തിരിച്ചു വയ്ക്കണേ. പക്ഷേ ഇപ്പം അവള് വേണം അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എനിക്ക് വേണ്ട അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് വേണം അങ്ങനെയൊക്കെ തിരിച്ച് അവൾ പറഞ്ഞൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും അയ്യോ ഇതിപ്പം പെട്ടെന്നാണല്ലോ വലുതാവണേ എന്നുള്ളതൊക്കെ. വലുതാവണേൽ സന്തോഷം, പക്ഷേ ചെറിയൊരു സങ്കടമുണ്ട്, പെട്ടെന്ന് വലുതാവാണല്ലോ എന്നൊക്കെ. അങ്ങനെയാണ് എല്ലാവരും, അങ്ങനെയാണല്ലോ നമ്മുടെ അങ്ങനെ. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. ഇപ്പോൾ ഹെയറൊക്കെ കട്ട് ചെയ്തു, ചുന്തിരി ആക്കിയിട്ടുണ്ട്. ആളവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അതാണ് കുറേ നേരമായിട്ട് സൗണ്ട് കേൾക്കാത്തത്. അപ്പോൾ എന്തോ കിട്ടിയിട്ടുണ്ട് ആളുടെ കയ്യിൽ. അപ്പോൾ ശരി, ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.